എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നേഴ്സും വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒറ്റ ക്ലിക്കിൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഒരുമിച്ച് ഓപ്പൺ ആവുന്നത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കുറച്ചധികം സോഫ്റ്റ്വെയർസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന, ഇപ്പോൾ മീഡിയ പ്ലെയർ അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസ്, അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ലഭിക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർസ് ഒരു വെബ്സൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒറ്റൊരു ക്ലിക്കിൽ എല്ലാം ഒരുമിച്ച് ഇൻസ്റ്റാൾ ആവും. അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് മുഴുവൻ മാർക്ക് ചെയ്തതിന് ശേഷം ഒറ്റൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റൊരു EXE നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മറ്റു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓൺലൈൻ ഇൻസ്റ്റാളറാണ്, അതായത് ഓൺലൈൻ മുഖേനയാണ് ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒറ്റ ക്ലിക്കിൽ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പം നമുക്ക് ഓൺലൈൻ മുഖേനയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പക്ഷേ ഒരൊറ്റ ക്ലിക്കോട് കൂടിയിട്ട് നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് മുഴുവനും ഇൻസ്റ്റാൾ ആവും. ninite.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത്. ഇതൊരു ഇൻസ്റ്റാളർ മാത്രമല്ല, അപ്ഡേറ്റർ കൂടിയാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ അപ്ഡേഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ആപ്സാണ്, അതായത് ഏതെല്ലാം സോഫ്റ്റ്വെയർസാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ചെക്ക് ബോക്സിൽ നമുക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എത്ര സോഫ്റ്റ്വെയർ ആണ് വേണ്ടത് അത് മുഴുവനായിട്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴത്തായിട്ട് ഗെറ്റ് യുവർ നിനൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു EXE ഡൗൺലോഡായി വരും. അതാണ് നമ്മുടെ ഇൻസ്റ്റാളർ വരുന്നത്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നമുക്ക് ലഭിക്കുക. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഒരുപക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായി വരും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് 5 സോഫ്റ്റ്വെയർ ആണ് സെലക്ട് ചെയ്തത്. ഈ ഒരു EXE റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ സെറ്റപ്പും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഈ ഒരു സോഫ്റ്റ്വെയർസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് അതിൻ്റെ ലൈസൻസ് എഗ്രിമെൻറ്റ് നെക്സ്റ്റ് അങ്ങനെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഇത് അങ്ങനെയൊന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം തന്നെ ഒരുമിച്ച് ഇൻസ്റ്റാളായി ഫിനിഷായി വരും. ഞാൻ ആദ്യം ഡൗൺലോഡ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം ഡൗൺലോഡായി, പക്ഷെ അത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം എററായി. അതുകൊണ്ടാണ് ഒരു ഫെയിൽഡ് എന്ന് പറയുന്ന ഒരെണ്ണം കിടക്കുന്നത്. നിനൈറ്റിൻ്റെ EXE ഫയൽ നമ്മൾ റൺ ചെയ്തപ്പോൾ ഓരോന്നും പ്രിപ്പയറായി ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഓൺലൈൻ ഇൻസ്റ്റാളറാണ്, ഓഫ്ലൈനായിട്ടല്ല ചെയ്യാൻ പറ്റുക, ഓൺലൈനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആവുന്നത്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇത് സാധ്യമാവുകയുള്ളൂ. ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ചെയ്യാവുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനത് പറയാം.